Welcome to MrUnbox and Travel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഇന്നലെ ഫെബ്രുവരി 1 സാംസങ് ഗാലക്സി S23 സീരീസ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു 3 സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ട്. സാംസങ് ഗാലക്സി S23, S23 Plus and Samsung Galaxy S23 Ultra. അപ്പോൾ ഈ ഒരു 3 സ്മാർട്ട് ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോവുക. കാരണം റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇന്നലെ രാത്രിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ റിവ്യൂ എന്നുള്ള രീതിയിൽ അത് ഒരുപക്ഷേ ആളുകളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിലുള്ള വീഡിയോ മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം 1-2 ദിവസം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഈ 3 സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം, ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു 3 സ്മാർട്ട് ഫോണിന്റെയും ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു 3 സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലവാരത്തിലുള്ള ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. അതായത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് ഇതിൻ്റെ ഡിസ്പ്ലേയിലും. അതുപോലെ തന്നെ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ സൈഡ് ഫ്രെയിമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഏകദേശം സിമിലർ ഡിസൈൻ തന്നെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കുമെങ്കിലും S23 അൾട്രയിൽ ആ ഒരു ബോക്സി ഡിസൈൻ, അല്ലെങ്കിൽ ഈ ഒരു 3 ഫോണിലും ചെറുതായിട്ടുള്ള ഒരു ബോക്സി ഡിസൈൻ ആയിട്ടുള്ള രീതിയിലുള്ള ഡിസൈനാണ് കാണുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ ഒരു ചെറിയൊരു റിങ് പോലത്തെ ഒരു കാര്യം നമുക്കിതിൽ കാണാൻ സാധിക്കും. ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും നിലനിർത്തിയിട്ടുണ്ട്. ഈ ഒരു 3 ഫോണും 4 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഫാൻറ്റം ബ്ലാക്ക്, ക്രീം, ഗ്രീന് ആൻഡ് ലാവൻഡർ. ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് സാംസങ്. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ആയിട്ടുള്ള S23 സീരീസിലും ഏറ്റവും മികച്ച ഡിസ്പ്ലേ തന്നെയാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ്പെഷ്യലി S23 അൾട്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.8 ഇഞ്ചാണ് അതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. Godox SL+, അതായത് 2K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 1 Hz മുതൽ 120 Hz എന്ന് പറയുന്ന അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മറ്റു 2 ഡിസ്പ്ലേയുടെ കാര്യം എടുത്താൽ, അതായത് S23ലെയും S23 Plusൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ 6.6 ഇഞ്ചാണ് S23 Plusലെങ്കിൽ 6.1 ഇഞ്ചാണ് ഡിസ്പ്ലേ S23ൽ വരുന്നത്. ഇത് രണ്ടും ഫുൾ HD+ റെസൊല്യൂഷൻ ആണ്. അതുപോലെ തന്നെ 48 Hz മുതൽ 120 Hz വരെയാണ് അതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വെളിയിൽ പോയാലും അല്ലെങ്കിൽ ഉള്ളിലൊക്കെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും കാണാൻ സാധിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറുകളിൽ ഒന്നായിട്ടുള്ള Qualcomm Snapdragon 8 Gen 2nd ജനറേഷൻ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസസ്സർ സ്പെഷ്യലി മേക്ക് ഫോർ സാംസങ് എന്നാണ് കമ്പനി പറയുന്നത്. അതായത് ഈ ഒരു സെയിം പ്രോസസ്സർ മറ്റ് ബ്രാൻഡുകളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ചെറിയ രീതിയിലുള്ള ക്ലോക്ക് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് സ്പെഷ്യലി മേക്ക് ഫോർ സാംസങ് എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിനായിട്ടുണ്ടാക്കിയ ഒരു പ്രൊസസ്സർ എന്നാണ് കമ്പനി പറയുന്നത്. എനിവേ ഇതിൻ്റെ ഈ ഒരു കുറച്ച് നേരം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് തന്നെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. എനിവേ 3 മെമ്മറി വേരിയന്റിലാണ് S23 അൾട്ര അവൈലബിൾ ആവുന്നത്. 12GB റാമിൽ 256GB, 512GB, 1TB. ഇനി S23 Plusൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8GB റാമിൽ 256GB, 512GB. ഇനി S23യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GB എന്ന് പറയുന്ന മെമ്മറി വേരിയന്റ്. ഈ ഒരു 3 സ്മാർട്ട് ഫോണിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോഫ്റ്റ്വെയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Android 13ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ടുള്ളത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് Android 17 വരെ ഇതിൽ സോഫ്റ്റ്വെയർ ലഭിക്കുകയും അതുപോലെ 5 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 സീരീസ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S22 അൾട്രയുടെ സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് ഇത്തവണത്തെ S23 അൾട്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5000 mAh ബാറ്ററി. ഇതുകൂടാതെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S22ലെയും S22 Plusൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത്തവണത്തെ S23 ആൻഡ് S23 Plusൽ 200 mAh ബാറ്ററി അധികം കപ്പാസിറ്റി വന്നിട്ടുണ്ട്. അതായത് 4700 mAh ആണ് S23 Plusൽ വരുന്നതെങ്കിൽ 3900 mAh ആണ് S23ൽ വരുന്നത്. ഇതിൽ തന്നെ S23 അൾട്ര ആൻഡ് S23 Plusൽ 45 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് മാക്സിമം വരുന്നതെങ്കിൽ 10 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് കൂടി ഇതിൽ സപ്പോർട്ടാണ്. ഇനി S23യുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
25 വാട്ടാണ് ഇതിൻ്റെ മാക്സിമം ചാർജിങ് സ്പീഡ്. ഇതിലും 10 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഒരു കുറച്ച് മണിക്കൂർ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഒരു പക്ക ഒരു ബാറ്ററി എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഈ ഒരു ഞാൻ പുറത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തത് ഏകദേശം ആ ഒരു തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ബാറ്ററിയുടെ ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ പെർഫോമൻസ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു പോർഷനെ കുറിച്ചായിരിക്കും. സാംസങ് ഗാലക്സി S23 സീരീസിൻ്റെ ക്യാമറയെക്കുറിച്ച്. S23 അൾട്രയുടെ ക്യാമറയെക്കുറിച്ച് ആദ്യം പറയാം. കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള S22 അൾട്രയുടെ അതേപോലുള്ള 4 ക്യാമറ തന്നെയാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 108 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 200 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസറും കാര്യങ്ങളും ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും അതുപോലെ തന്നെ 2 ടെലിഫോട്ടോ ലെൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂം ആണെങ്കിൽ മറ്റൊന്ന് 10 മെഗാ പിക്സലിൻ്റെ 10x ഒപ്റ്റിക്കൽ സൂം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. S23ലും S23 പ്ലസിലും സിമിലർ ക്യാമറ തന്നെയാണ് വരുന്നത്. മെയിൻ ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് 50 മെഗാ പിക്സലാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് 10 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ സൂമോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് തന്നെയാണ്. കാരണം മിക്ക ഫോട്ടോസും നല്ല രീതിയിലുള്ള ഒരു ഗുണനിലവാരം തന്നെ പുലർത്തിയിട്ടുണ്ട്. ഇനി കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാംസങ്ങിൻ്റെ ആ സ്ഥിരം പാറ്റേൺ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് വളരെ കളർഫുൾ ആയിട്ടുള്ള, ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എങ്കിലും ഡേലൈറ്റ് പെർഫോമൻസ് ആയിക്കോട്ടെ, HDR പെർഫോമൻസ് ആയിക്കോട്ടെ, പോർട്രേറ്റ് പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 3 ഫോണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ S23 അൾട്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മോഡിൽ, ഒന്ന് 50 മെഗാ പിക്സൽ മോഡിലും അതുപോലെ തന്നെ 200 മെഗാ പിക്സൽ മോഡിലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഈ ഒരു 2 മോഡിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസും ഷാർപ്നെസ്സും നമുക്ക് ഫോട്ടോസിലും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഈ ഒരു ഫോട്ടോസിനെ കുറിച്ചും അല്ലെങ്കിൽ വീഡിയോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു 3 സ്മാർട്ട് ഫോണിലും നമുക്ക് കാണാൻ സാധിക്കുക. S23 അൾട്ര കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 100x സൂം ആണ് ഇതിൻ്റെ മാക്സിമം സൂമിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നതും. എനിവേ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ, അതായത് ഈ ഒരു ഫോണിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഫോട്ടോസും വീഡിയോസും സാമ്പിൾസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാമറ പെർഫോമൻസിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതിൽ പറയാൻ പറ്റുന്നതാണ്. എനിവേ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്മാർട്ട് ഫോൺ സീരീസ് തന്നെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി S23 സീരീസ്. സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ S22 സീരീസിൽ നിന്നും S23 സീരീസിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളുണ്ട്. S22 അൾട്രയിൽ 40 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ, അതായത് 40 മെഗാ പിക്സൽ ആയിരുന്നെങ്കിൽ ഇത്തവണ S23 അൾട്രയിൽ അത് 12 മെഗാ പിക്സൽ, അതായത് മെഗാ പിക്സൽ ഡൗൺഗ്രേഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം S22ലും S22 പ്ലസിലും 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരുന്നെങ്കിൽ ഇത്തവണ S23ലും S23 പ്ലസിലും 12 മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് S23 സീരീസിലെ 3 സ്മാർട്ട് ഫോണിലും 12 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് സെൽഫി ക്യാമറയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ കഴിഞ്ഞ വർഷത്തെ S22 അൾട്രയിലും ഇത്തവണത്തെ S23 അൾട്രയിലും വലിയ രീതിയിലുള്ളൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സെൽഫി ഫോട്ടോസിൻ്റെ കാര്യത്തിൽ. ഈ ഒരു 3 ഫോണിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡേലൈറ്റ് പെർഫോമൻസും അതുപോലെ തന്നെ HDR പെർഫോമൻസും സൂപ്പർബായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓവറോൾ ക്യാമറ വൈസ് റിയർ ക്യാമറയും സെൽഫി ക്യാമറയും എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ഈ ഒരു സാംസങ് ഗാലക്സി S23 സീരീസിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യയുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഏകദേശം അപ്രോക്സിമേറ്റും കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പ്രീ ഓർഡർ പീരീഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 16 വരെയാണ് ഇവിടെ പ്രീ ഓർഡർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രീ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗാലക്സി ബഡ്സ് 2 Pro നമുക്ക് അവൈലബിൾ ആവും. ഇതിൻ്റെ കൂടെ പ്ലസ് 1 ഇയർ സാംസങ് കെയർ പ്ലസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളത് അതിൻ്റെ സാംസങ് മെമ്പേഴ്സിൻ്റെ സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പ്രീമിയം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എനിവേ പ്രൈസ് പറയുകയാണെങ്കിൽ 128 GB S23 വരുന്നത് 3249 ഖത്തർ റിയാലും, 256 GB വരുന്നത് 3499 ഖത്തർ റിയാലാണ് വരുന്നത്. S23 പ്ലസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 256 GB മെമ്മറി വേരിയന്റിന് 3949 ഖത്തർ റിയാലും, 512 GB മെമ്മറി വേരിയന്റ് വരുന്നത് 4449 ഖത്തർ റിയാലാണ് വരുന്നത്. S23 അൾട്രയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ
256GB വരുന്നത് 4999 ഖത്തർ റിയാലും 512GB വരുന്നത് 5499 ഖത്തർ റിയാലും 1TB വേരിയന്റിന് വരുന്നത് 6499 ഖത്തർ റിയാലാണ് പ്രൈസ് വരുന്നത് ഏകദേശം കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ആ ഒരു സിമിലർ പ്രൈസ് തന്നെയാണ് ഇത്തവണ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ പ്രൈസ് ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുക്കുന്നതാണ് ഇന്നത്തെ ഈ ഒരു 3 സ്മാർട്ട് ഫോണിന്റെ ബ്രീഫ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ അതായത് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളൂ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു ബെസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് തന്നെയാണ് ഈ ഒരു 3 സ്മാർട്ട് ഫോണും തോന്നിയിട്ടുള്ളത് എനിവേ നമ്മൾ ഈ ഒരു 3 സ്മാർട്ട് ഫോണിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അതായത് ഇതിൽ വിട്ടുപോയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം അതുപോലെ തന്നെ സ്പീക്കർ ക്വാളിറ്റിയുടെ കാര്യം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചെറിയൊരു സമയത്ത് ഉൾപ്പെടുത്താനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഓരോ സ്മാർട്ട് ഫോണിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു 3 സ്മാർട്ട് ഫോണിൻ്റെ ഏത് സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണാൻ ആഗ്രഹം ആ ഒരു കാര്യം ഒന്ന് ദയവ് ചെയ്തൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു സെയ്ദ് ഇർഷാദ്